മറ്റുള്ളവർ പറഞ്ഞപ്പോഴൊക്കെ കേട്ടിരുന്ന ആളല്ലേ, കുറച്ച് മര്യാദ എന്നോട് കാണിക്ക്. നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടു, നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടു. ആ കേസ് കൊടുത്താൽ 10 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ വിവിധ പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ഇത് എന്ന് അന്നത്തെ പത്രം കാണിച്ച് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും. സരൺകുമാർ 2 ഓപ്ഷൻ കൊടുത്തിട്ട് അതിലൊന്നു തിരഞ്ഞെടുക്കൂ എന്ന് പറയലല്ല PRDയുടെ ജോലി. അഡ്വക്കേറ്റ് കെ സരൺകുമാർ, അങ്ങനെ എങ്ങനെയാണത് അങ്ങേക്ക് വിശദീകരിക്കാനാവുക? ഇവിടെ ഏതായാലും കോൺഗ്രസിന്റെ പ്രതിനിധി വലിയ നിയമപ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. താങ്കൾ വായിച്ച പ്രശ്നങ്ങളൊക്കെ ഗൗരവമാണെന്നാണ് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത്. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ജോർജ് പൊടിപ്പാര പറഞ്ഞത് ധാർമ്മികതയുടെ പ്രശ്നം, രാഷ്ട്രീയ മര്യാദയുടെ പ്രശ്നം, നൈതികതയുടെ പ്രശ്നം, നിയമപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ആധികാരികമായിട്ട് പറയുന്നു, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ്, കൃത്യമായി അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള നിയമം, ഉപഭോക്തൃ സംരക്ഷണ നിയമം, ഇതെല്ലാം പാലിച്ചുകൊണ്ടുള്ള ഒരു പരസ്യമാണ് ഇന്ന് പത്രത്തിൽ വന്നത്. അവസാനം പറഞ്ഞതുപോലെ ഇവിടെ പലതവണ സൂചിപ്പിച്ചു, പഴയ സർക്കാർ മോശം എന്ന് പറഞ്ഞില്ലേ, ഞാൻ ചോദിക്കുകയാണ്, അങ്ങ് പത്രത്തിന് പിഴവില്ല എന്നാണോ വിശദീകരിക്കുന്നത്? പത്രങ്ങൾക്ക് പിഴവില്ല എന്നാണോ? അല്ല, നമ്മൾ പലതവണ പറഞ്ഞല്ലോ അല്ല, മറ്റുള്ളവർ പറഞ്ഞപ്പോഴൊക്കെ കേട്ടിരുന്ന ആളല്ലേ, കുറച്ച് മര്യാദ എന്നോട് കാണിക്ക്. ഈ പരസ്യം PRD കൊടുത്തതിൽ ഒരു തെറ്റുമില്ല അങ്ങ് പറഞ്ഞല്ലോ. അല്ല ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഒരു തരത്തിലും താങ്കളോട് തർക്കിക്കാൻ വന്നതല്ല. എനിക്ക് സമയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ വെറുതെ ഇരുന്നോളാം. ഇവിടെ മുൻ സർക്കാർ മോശം എന്നൊരു വാക്ക് ആ പരസ്യത്തിലുണ്ടോ? മുൻ UDF സർക്കാർ എന്നൊരു വാക്ക് ആ പരസ്യത്തിലുണ്ടോ? മുൻ കോൺഗ്രസ് സർക്കാർ എന്നൊരു വാക്ക് ആ പരസ്യത്തിലുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം എന്ന് ആ പരസ്യത്തിലുണ്ടോ? അബ്ദുൾ റബ്ബിന്റെ ഭരണകാലം എന്ന ആ പരസ്യത്തിലുണ്ടോ? ഒന്നുമില്ല. ആ പരസ്യത്തിൽ ആകെയുള്ളത് 10 വർഷങ്ങൾക്ക് മുമ്പ് മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ 1-ാം പേജാണിത്. മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ പേജാണ്. അന്ന് വന്ന മുഴുവൻ വാർത്തയും എടുത്തു കാണിക്കാം, ആർക്ക് സംശയമുണ്ടെങ്കിലും. ഏത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിങ്ങൾ പരാതി കൊടുത്താലും, ഏത് കോടതിയിൽ ഇത് നിങ്ങൾ ചലഞ്ച് ചെയ്താലും, കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നു, BJPയെ വെല്ലുവിളിക്കുന്നു, ഈ നാട്ടിലെ ആരെയും വെല്ലുവിളിക്കുന്നു. നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടു, നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടു. ആ കേസ് കൊടുത്താൽ 10 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ വിവിധ പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ഇത് എന്ന് അന്നത്തെ പത്രം കാണിച്ച് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും. രണ്ടാമത്തെ കാര്യം, ഇതിലെ വാർത്തകൾ ചോദ്യം എന്നുള്ളതാണ് ഞാൻ ഊന്നുന്ന കാര്യം. എല്ലാവരും ചട്ടവും നിയമവും പറയണമെന്നില്ല. അഡ്വക്കേറ്റ് അരുൺകുമാർ, ജോർജ് പൊടിപാറയ്ക്ക് അദ്ദേഹത്തിന്റെ ഊന്നൽ പറയാം. ഞാൻ എന്റെ ചോദ്യം ചട്ടം വായിച്ചുകൊണ്ടാണ് അങ്ങയോട് ചോദിച്ചത്. ആ ചട്ടം ലംഘിക്കപ്പെട്ടിട്ടില്ല എന്ന് അങ്ങ് എങ്ങനെയാണ് വായിക്കുക? ഞാൻ ചട്ടം ഏതാണ് എന്ന് വരെ വായിച്ചു അല്ലേ? അതാണ് കൃത്യമായി പറഞ്ഞത്. കൃത്യമല്ല, അത് ആ ചട്ടമൊക്കെ പൊട്ടത്തെറ്റാണ്. പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി പാലിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ സിംബൽ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല, പൊളിറ്റിക്കൽ സ്ലോഗൻ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല, ഏതെങ്കിലും വെബ്സൈറ്റോ ഫോട്ടോയോ ദുരുപയോഗം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ മിസ്ലീഡ് ചെയ്യുന്ന വാർത്തയല്ല, അതുപോലെ തന്നെ റൂമേഴ്സ് അല്ല, ഫാൾസ് ഇൻഡ്യൂസ്മെന്റ് ഇതിലില്ല, ഫാൾസ് സ്റ്റേറ്റ്മെന്റ് അല്ല. ഒറ്റ കാര്യം കൂടി ഞാൻ വായിക്കാം. എന്താ പറഞ്ഞേ? ഇതിലെ വാർത്തകൾ വസ്തുതാപരമാണ്. വസ്തുതാപരമായ കാര്യം എന്ന് എങ്ങനെ പറഞ്ഞാലും ഒരു നിയമപരമായ പ്രശ്നമില്ല. നിങ്ങളുടെ വാദമാണ്. നിങ്ങളുടെ വാദം PRD പറയുകയാണ്, അവിടെയാണ് രാഷ്ട്രീയം. അത് ചെയ്യാൻ PRDയെ ചുമതലപ്പെടുത്തിയിട്ടില്ല. PRDക്ക് അത് ചെയ്തുകൂടാ അരുൺകുമാർ? 4000 ഒറ്റ മിനിറ്റ്. രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പിൽ സ്കൂളുകൾ JCB ഉപയോഗിച്ചുകൊണ്ട് തച്ച് തകർത്ത ആ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം, 4332 സ്കൂളുകൾ അടച്ചുപൂട്ടി ആ പൂട്ടും താക്കോലും കൊണ്ട് ഭരണാധികാരികൾ പോയ ആ ഭരണകാലം, ആ താക്കോലുകളുടെ ആ പൂട്ടിന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ കുട്ടികൾ വസ്തുതാപരമാണ്, യാഥാർത്ഥ്യമാണ്. 10 വർഷം മുമ്പ് കേരളത്തിന്റെ പൊതുരാഷ്ട്രീയം കൃത്യമായി നിരീക്ഷിച്ച മുഴുവൻ ആളുകൾക്കും ബോധ്യമുണ്ട്. ദേശീയപാതയുടെ ഓഫീസ് തിരുത്തപ്പെട്ടു എന്നതാണെങ്കിൽ അത് തീയതിയും സമയവും വെച്ച് പറയുന്നത് അത് നിങ്ങൾക്ക് രാഷ്ട്രീയമായി പറയാൻ അഡ്വക്കേറ്റ് അരുൺകുമാർ. PRD ചെയ്തുകൂടാ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് രാഷ്ട്രീയമായി ചെയ്യാമെന്നേ, നിങ്ങൾക്ക് നിങ്ങൾ രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന വാദങ്ങൾ പറയാനല്ല. PRD എന്ന സംവിധാനത്തെ നിങ്ങൾ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് എന്റെ പോയിന്റ്. അല്ല, ഞാൻ ഒറ്റ പോയിന്റ് ഒരു വാക്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞോളാം. ഇപ്പൊ എന്റെ വാദത്തെ ഖണ്ഡിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി എന്താ പറഞ്ഞേ? 2 കാര്യങ്ങളാ പറഞ്ഞേ. കേരളത്തിന്റെ KSEBയുടെ ഉൽപാദനത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവ് UDF കാലത്ത് ഒരുപാടുണ്ടായിരുന്നു, LDF കാലത്ത് കുറവ്. എന്താ സത്യം? 2011-16 ആകെ 16.49 മെഗാവാട്ടാ വർദ്ധിച്ചേ.
2016 മുതൽ 21 വരെ 288.51 മെഗാവാട്ട് വർദ്ധിച്ചു. ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് 1861 മെഗാവാട്ട് വർദ്ധിച്ചു. അതായത് പച്ചയായ നുണ ഇങ്ങനെ പറയും, എന്നിട്ട് പറയും ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയും. ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഏതായാലും എല്ലാ മാധ്യമങ്ങളും ഇന്ന് ഈ 7 മണി 8 മണി ചർച്ച ഇതിനു വേണ്ടി മാറ്റിവെച്ചല്ലോ. ഇരുണ്ട കാലം, ആ കെട്ടകാലം, ആ 5 വർഷം അതെന്തായിരുന്നു ഈ കേരളത്തിൽ, ഇപ്പോഴെന്താണ് എന്ന് താരതമ്യപ്പെടുത്തി തുടങ്ങുവാനുള്ള ഒരു പോസിറ്റീവ് എനർജി താങ്കൾ കാണിച്ചത് തുടർച്ച ഏറ്റെടുക്കുന്ന പണിയല്ല PRDക്ക് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങ് തന്നെ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കാലങ്ങളാണ് പറയുന്നത്. അങ്ങ് തന്നെ പറയുന്നു PRD ഒന്നും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒന്ന് നിൽക്കൂ. ഒറ്റ കാര്യമേ ഉള്ളൂ. 158 കോടി രൂപ കൊടുത്ത് UDF സർക്കാർ പരസ്യം നടത്തിയപ്പോ അത് ഗവൺമെന്റിന്റെ പണമല്ല, പൊതുഖജനാവിൽ നിന്നുള്ള പണമല്ല, മന്ത്രിമാര് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണം. അതേ പരസ്യം തന്നെയാണ്. ഇല്ല, ഇകഴ്ത്താൻ പറ്റില്ല. അല്ല, 1 മിനിറ്റ് മതി, ഞാൻ അവസാനിപ്പിക്കാം. AI ക്യാമറക്കെതിരെ കേസ് കൊടുത്തു, ജലമെട്രോയ്ക്കെതിരെ കേസ് കൊടുത്തു, സ്പ്ലിംഗർക്കെതിരെ കേസ് കൊടുത്തു, കേസ് കൊടുത്തു, കേസ് കൊടുത്തു. ആർക്കും കൊണ്ടുപോയി കേസ് കൊടുക്കാം, ധൈര്യമായി കേസ് കൊടുക്കാം. നിയമപരമായി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. താങ്കൾ വായിച്ച ഈ റൂളോ ചട്ടമോ ഒന്നും ഒരു രീതിയിലും ലംഘിച്ചിട്ടില്ല. PRDക്ക് ചെയ്യാൻ ഒരു തരത്തിലുള്ള വകുപ്പുമില്ല. അങ്ങ് പറയുന്ന ഞാൻ ഒരു കാര്യം, നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്നൊരു പരസ്യം വന്ന് ഓർക്കുന്നുണ്ടല്ലോ. ഇവിടുത്തെ പ്രധാന പത്രങ്ങളൊക്കെ കൊടുത്തു അല്ലേ? അത് ജെയിൻ യൂണിവേഴ്സിറ്റി കൊടുത്ത ഒരു പരസ്യമായിരുന്നു. ആ പരസ്യമാണെന്നറിയാതെ മാധ്യമ പ്രവർത്തകർ പോലും അത് പെട്ടെന്ന് വാർത്ത എന്ന രൂപത്തിൽ വായിക്കുന്ന തെറ്റിദ്ധാരണ വരുത്തിയ പരസ്യം. അന്ന് ദേശാഭിമാനി പത്രം അതിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾ മാത്രം അത് കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ അവിടെ ധാർമ്മികത പ്രവർത്തിക്കുന്നുണ്ട്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നുള്ള ധാർമ്മികത പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ധാർമ്മികത വേണ്ട എന്നതാണോ ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം കേരളത്തിലെ അല്ല, ഒറ്റ മിനിറ്റ്. ഏതെങ്കിലും തെറ്റായ വാർത്തയോ ഏതെങ്കിലും റൂമേഴ്സോ ഏതെങ്കിലും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പരസ്യ രൂപേണ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ഒരു കാര്യം പരസ്യമാണെന്ന് കൃത്യമായി രേഖപ്പെടുത്താതെ പബ്ലിഷ് ചെയ്താലാണോ തെറ്റ്? നാഷണൽ ഹിന്ദു അടക്കം കൃത്യമായി എല്ലാ പരിശോധന എല്ലാ മാധ്യമങ്ങളും, ഇപ്പൊ നിങ്ങൾ പറഞ്ഞെന്താ ചില മാധ്യമങ്ങൾ കൊടുത്തില്ല. നാളെ രാവിലെ പ്രഭാതം ഉണരുമ്പോ രാവിലെ കാപ്പി കുടിക്കുമ്പോ താങ്കൾ ആ പത്രമൊക്കെ എടുത്ത് നോക്ക്. ഇന്ന് വരാത്ത പത്രങ്ങളിൽ നാളെ വരും. നിയമവിരുദ്ധമായ ഗവൺമെന്റ് പ്രവർത്തിക്കൂ. നിങ്ങൾ ഈ ഗവൺമെന്റിന്റെ നിയമപരമായിട്ടുള്ള ഇടപെടലിനെ ചോദ്യം ചെയ്തപ്പോഴൊക്കെ പരസ്യമെന്നല്ല പറയുന്ന 10 വർഷങ്ങൾക്ക് മുമ്പ് മലയാള പത്രങ്ങളിൽ നിറഞ്ഞു വന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ 1-ാം പേജാണ് ഇത് എന്നാണ്. അത് പരസ്യമെന്ന വാക്ക് എവിടെയുമില്ല. വാർത്തകൾ വസ്തുതാപരമാണ്, രൂപകൽപ്പന പ്രതീകാത്മകമാണ് എന്ന് വളഞ്ഞിട്ടുള്ള മൂക്ക് പിടിക്കലാണ്. സന്ദീപ് പറയട്ടെ. സന്ദീപ്, PRD ഇത് ചെയ്യുന്നത് നോക്കൂ. സന്ദീപിലേക്ക് പോകുന്നു. സമയം സന്ദീപിലേക്ക് പോട്ടെ. ഇല്ല, ശരി, നിങ്ങളത് പരസ്യമാണെന്ന് പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങ് എന്തിനാണ് താങ്ക്സ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. സന്ദീപ്, ഇത് വസ്തുതാപരമായ കാര്യങ്ങളാണ്. അത് പറയുന്നതിൽ PRDക്ക് തെറ്റില്ല, പിഴവില്ല എന്നുള്ള വാദമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇനി വലിയ വാദം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് കേസ് കൊടുക്ക്, നിങ്ങൾ കേസ് കൊടുക്ക് എന്ന വെല്ലുവിളി കൂടി നടത്തുന്നുണ്ട്. എന്താണ് പ്രതികരണം? ശ്രീ അരുൺ കേസുകളുടെ കാര്യം പറഞ്ഞപ്പോൾ സ്പ്രിംഗ്ലർ കേസിന്റെ കാര്യം പറഞ്ഞു. സ്പ്രിംഗ്ലറിൽ അവസാനം സർക്കാർ എന്താ ചെയ്തത്? സർക്കാർ അവസാനം അത് പിൻവലിച്ച് ഓടുകയാണ് ചെയ്തത്. അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, എന്നാ നിങ്ങൾ കേസ് കൊടുക്കുന്നത് വളരെ ധിക്കാരപൂർവ്വമുള്ള ധാർഷ്ട്യപൂർവ്വമുള്ള ഒരു മറുപടിയാണ്. അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അദ്ദേഹത്തിന്റെ സംസാര ഭാഷയും കണ്ടില്ല. അത് ആരെയും അദ്ദേഹം വെല്ലുവിളിക്കുന്നത്? അദ്ദേഹം കോൺഗ്രസിനെയോ പ്രതിപക്ഷത്തെയോ അല്ല വെല്ലുവിളിക്കുന്നത്. അദ്ദേഹം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള കോടിക്കണക്കിന് വരുന്ന മലയാളികളെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ധൂർത്തടിക്കും, ധാരാളിത്തം കാണിക്കും, നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുത്തോ എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുന്നത് മലയാളികളെയാണ്. അതിനുള്ള മറുപടി മലയാളികൾ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൊടുക്കും. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഈ ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും മറുപടിയും തിരിച്ചടിയും കിട്ടിയിട്ടുള്ളതാണ്. അദ്ദേഹം കാര്യത്തിൽ പറഞ്ഞത് എല്ലാം കൃത്യമായിട്ടുള്ള വാർത്തകളാണെന്ന് പറഞ്ഞു. അവിടെയാണ് സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെ ലംഘനം ഉണ്ടാകുന്നത്. ഇത് കൃത്യമായിട്ടുള്ള രീതിയിൽ അതല്ലെങ്കിൽ സർക്കാരിനെ വെള്ളപൂശുന്നതിനോടൊപ്പം മുൻ സർക്കാരിനെയും ആ സർക്കാരിന് നേതൃത്വം നൽകിയ പാർട്ടിയെയും ഇകഴ്ത്തി കാണിക്കുന്നതാണ്. അവിടെ സെലക്റ്റീവാണ്, അവിടെ ചെറി പിക്കിംഗ് നടത്തുകയാണ് വാർത്തകളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഈ സർക്കാരിന്റെ കാലത്ത് ഇപ്പൊ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം പറഞ്ഞു. ഈ സർക്കാരിന്റെ കാലത്ത് സ്കൂൾ കെട്ടിടത്തിന് പാമ്പ് കടിയേറ്റ് കുട്ടി മരിച്ച വാർത്തയും, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് അവിടെ കൂട്ടിപ്പിന് വന്ന വീട്ടമ്മ മരിച്ച വാർത്തയും, ഈ കത്രിക മറന്നു വെച്ച് വയറ്റിൽ ഓപ്പറേഷൻ നടത്തിയപ്പോ കത്രിക മറന്നു വെച്ച വാർത്തയും, അതുപോലെ തന്നെ ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടെടുത്ത വാർത്തയും ഒക്കെ എന്റെ ഈ സർക്കാരിന്റെ നേട്ടങ്ങളായിട്ട് അങ്ങ് കൊടുക്കായിരുന്നത്.
അപ്പൊ ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണ്ടേ? അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന വാർത്തകൾ, നിങ്ങൾക്ക് സൗകര്യമുള്ള വാർത്തകൾ മാത്രം എടുത്തു കൊടുക്കുക. മറുവശത്ത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആ സർക്കാരിന്റെ വിശദീകരണം പോലും ഇല്ലാത്ത വാർത്തകൾ അന്നത്തെ സർക്കാർ തീർച്ചയായിട്ടും അതിനൊക്കെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അന്ന് വന്ന വാർത്തകൾക്കൊക്കെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അത് സ്വാഭാവികം മാത്രമാണ്. അപ്പൊ അതിൽ ചില നെഗറ്റീവ് വാർത്തകൾ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് തികഞ്ഞ ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള രാഷ്ട്രീയ ലാക്കോട് കൂടി പൊതുഖജനാവിലെ പണം ദുരുപയോഗിക്കുന്നതാണെന്നുള്ള ഞങ്ങളുടെ വാദം പൂർണ്ണമായും ശരിയാണ്. ഇത് നിയമവിരുദ്ധമാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങൾക്കും സുപ്രീം കോടതി വിധികൾക്കും എതിരായിട്ടാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ കേസ് കൊടുത്തുള്ള വെല്ലുവിളി രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ ഇതിന്റെ നിയമപരമായി നേരിടുമോ? ഒരു സംശയം വേണ്ട. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതൃത്വം ഇന്ന് വളരെ വ്യക്തമാക്കിയിട്ടതിന് നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും നേരിടുമെന്നുള്ളത് തന്നെയാണ്. ഇത് PRDയുടെ പണം ദുരുപയോഗിച്ചുകൊണ്ട്, സർക്കാരിന്റെ പണം ദുരുപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പിണറായി വിജയന്റെ മഹാത്മ്യം വിളമ്പി വെക്കാനുള്ളതല്ല ഈ സർക്കാരിന്റെ പണം. ജനങ്ങൾ നികുതി കൊടുക്കുന്ന അതിന് വേണ്ടിയിട്ടല്ല, ഈ നുണ പ്രചരിപ്പിക്കാനല്ല. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ശേഷി, ബുദ്ധിശക്തി മലയാളികൾക്ക് ഉണ്ട് എന്ന് ഈ സർക്കാരിന്റെ ആളുകൾ, പിണറായി വിജയന്റെ ആളുകൾ മനസ്സിലാക്കിയാൽ മതി. ഈ പരസ്യങ്ങളൊക്കെ കൊടുത്തിട്ടാണല്ലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു തോറ്റ് തുന്നം പാടിയത്. അതിനേക്കാൾ ഭീകരമായ തോൽവി ഇപ്പൊ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതല്ല, ഇതിലപ്പുറം പരസ്യം കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. കാരണം ഈ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൊടുത്ത പരസ്യത്തിൽ ഞാനായിരുന്നല്ലോ ഇവരുടെ വേട്ടമൃഗം. എന്നിട്ട് ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അവർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ.